ഹായ് ഹലോ, ഇന്ന് നമ്മളുടെ ഒരു നൈറ്റ് യാത്രയാണേ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ചിദ്ദിക്ക് പോവാം. അപ്പോൾ ഞാൻ സായുട്ടൻ റെഡിയാക്കിയിട്ട് കാണാം. സായുട്ടൻ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ഇവിടെ തലയുണ്ടാകുമ്പോഴത്തേനും സായുട്ടൻ ഞാൻ ജീവാന്ന് പറഞ്ഞ് ജീപ്പ് പിടിച്ച് മേടിച്ചാൽ അച്ഛയുടെ തല ജീവ് കേട്ടോ. അച്ഛൻ ഓൾറെഡി ഇപ്പുറത്തേട്ട് ഒന്നാമത് തലേ മുടിയില്ല, അതെങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേർന്നേ, അത് ഇങ്ങോട്ട് ജീവ് വെച്ചേർന്നേ അവൻ തിരിച്ച് അപ്പുറത്തോട്ട് ജീവിക്കാം. അച്ഛനെ ഒരുക്കിയ ശേഷം പിന്നെ അവൻ എന്നെ ഒരുക്കലായി. അവിടെ കിടന്ന ഒരു ലിപ് ലൈനർ എടുത്ത് എൻ്റെ അവൻ്റെ മുഖത്തൊക്കെ തേച്ച് എല്ലാം സെറ്റാക്കിയെന്ന് പുള്ളി ഉറപ്പ് വരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ സമയം ഇപ്പം 1:40 ആയിട്ടോ. 1:40 അപ്പോൾ നമുക്കിനി പോകണമെങ്കിൽ പെട്രോൾ അടിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സായുട്ടൻ്റെ ഈ സമയത്തും ഇവനിവിടെ ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ യൂഷ്വലി ഇവന് ഉറങ്ങാറില്ല ഈ ടൈമിൽ. നൈറ്റ് ഫുൾ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ട് മറക്കൊണ്ടിരിക്കും. മുടിയെല്ലാം വലിച്ചു പറിച്ച് ഇവിടുന്ന് ഒരു പരുവാക്കി. പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പോകുന്നത് എല്ലാവരും അല്ലേ. അപ്പോൾ നമുക്കിനി പോകണില്ല. സായുട്ടൻ്റെ കയറിയപ്പോൾ തന്നെ കാർട്ടൂൺ വെക്കാൻ പറഞ്ഞ് കാർട്ടൂൺ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇവനിതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ അടുത്ത വെക്കും, ചിലപ്പോൾ എന്തെങ്കിലും റീൽ കാണുവാണെങ്കിൽ അത് വെക്കും. ഈ പിള്ളേരുടെ എന്തെങ്കിലും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, കാർട്ടൂണൊക്കെ ആയിട്ടുള്ളത്, അതും വെച്ചുകൊണ്ടിരിക്കും. ഇത്രയും ടൈം ലേറ്റ് ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണേ ചേ, അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സാധനം ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കാനായിട്ട് വാങ്ങിക്കണം. നമ്മൾ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാനായിട്ട് എത്തിക്കഴിഞ്ഞു കേട്ടോ. നമ്മുടെ തായ്ഫിലാണ് ഈ കട. നമുക്ക് നേരത്തെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് മേടിക്കുമായിരുന്നു. എന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എടുക്കാൻ വന്നാലും അവിടുന്ന് എങ്ങനെ വന്നാലും മേടിപ്പിക്കുമായിരുന്നു. അത് അടച്ചു പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. എനിക്ക് സാധനം കഴിക്കാൻ പറ്റുന്നില്ല. അച്ഛനാണ് ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ ഫേവറേറ്റ് സാധനമായിട്ട് അച്ഛ വരുന്നുണ്ട്. സാധനം കിട്ടി. വേറെ ഏതാണ്ട് ഒരു കവറും കൂടെ ഉണ്ട്, എന്നാന്നറിയത്തില്ല, ഡ്രിങ്ക്സ് ആണെന്ന് തോന്നുന്നു. തന്നെ വേറെ വാങ്ങിച്ചാണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലാതെ സൈഡിലെ കടകളൊന്നും ഇതുവരെ അടച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് കയറുവാണേ. സായൂട്ടനാണെങ്കിൽ എൻ്റെ ഫോൺ മേടിച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ ഫോണിലെ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചുകൊണ്ട് പറയുക കേട്ടോ ഓരോരോ കാര്യങ്ങൾ. ഇവിടെ അമ്പിളിയമ്മാവനുണ്ടെന്നും അതാന്നുള്ളതൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. പറ എന്തെങ്കിലും നിന്റെ വ്യൂവേഴ്സിനോട്, ഹായ് ഗൈസ് എന്ന് പറ. അങ്ങനെ നമ്മൾ അൽഹദ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് കയറി. ഇനി അൽഹദ ചുരമാണ്. ചുരത്തിൽ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അത്രയ്ക്ക് സൂപ്പർ വ്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ അതവിടെ നിർത്തി വീഡിയോ എടുക്കുന്ന നമുക്ക് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. നമ്മൾ എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് അവിടെ നീ കാണുന്നത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ താഴോട്ട് പോകുന്ന വഴിയാണ്. ഓണാക്കി തരാൻ കണ്ണാ കണ്ടു. അങ്ങനെ ചുരത്തിൻ്റെ അവിടെ എത്തിയപ്പം ചുരത്തിൻ്റെ വ്യൂ കാണാൻ എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങാൻ തീരുമാനിച്ച് ഇവിടെ നിന്ന് കയറിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മടിയായി. അതെന്തുകൊണ്ടാണെന്ന് പറയാവേ. അങ്ങനെ അച്ഛൻ തന്നെ ഇറങ്ങി അവിടുത്തെ വീഡിയോ എല്ലാം എടുത്തോളം വരെ ഞാനും സായിട്ടിനും വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. ഞങ്ങൾക്കതിനകത്ത് വേറെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എത്ര ഭംഗിയാണല്ലോ ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് കാണാനായിട്ട്. കുറച്ച് നേരം അവിടെ ഇറങ്ങി നിൽക്കാൻ അച്ഛൻ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ എനിക്കെന്തോ മടിയായിരുന്നു. ആ സമയത്ത് ഞാനും സായിട്ടിനും വേറൊരു പരിപാടി ഒപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശന്നപ്പോൾ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് തുറന്ന് തീറ്റ തുടങ്ങി. ഗ്ലാസ്സിന് വെളിയിലോട്ട് നോക്കി അച്ഛയെ ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അച്ഛ കണ്ടില്ല. അങ്ങനെ ഞാനും സായിട്ടിനും കഴിച്ച് പകുതി ആയപ്പോഴേക്കുമാണ് അച്ഛ വണ്ടിക്കകത്തോട്ട് വന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് സായി ഫോണിൽ നോക്കി തന്നെയാണ് തിന്നുകൊണ്ടിരുന്നത്. നമ്മൾ താഴെ എത്തിട്ടോ. ഇവിടുന്ന് ന്യായമായ ദൂരം ഉണ്ടേ. നാട്ടിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോണേ എത്ര കിലോമീറ്റർ സ്പീഡിലാണെന്ന് അറിയാമോ? 40-60 ആ ഒരു രീതിയിലാണ് പോകുന്നത്. കണ്ടോ, എൻട്രി ഫോർ നോൺ മുസ്ലിംസ് എന്നുണ്ട് അവിടെ. നമ്മൾ ഇനി നോൺ മുസ്ലിം റോഡിലോട്ട് കയറാൻ പോവാണേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നേരം വന്ന റോഡ് പോലെയല്ല. ഈ റോഡ് ഇച്ചിരി ലൈറ്റും ഇതൊക്കെ കുറവുള്ള ഒരു റോഡാണ്. ഇത്ര നേരം വന്ന രണ്ട് സൈഡിൽ ഭയങ്കര സ്ട്രീറ്റ് ലൈറ്റും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഈ റോഡ് ഒരു ഇച്ചിരി ഒരു ഇടുങ്ങിയ റോഡാണ്. ഇടുങ്ങിയ റോഡ് നല്ല ഉദ്ദേശിച്ച് വെട്ടം കുറച്ച് കുറവാണെന്ന് മാത്രം. അല്ല റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്. വീണ്ടും നമ്മൾ മെയിൻ ഹൈവേ കയറിയിട്ടുണ്ട്. നോൺ മുസ്ലിം കയറി വീണ്ടും നമ്മൾ ജിദ്ദ മെയിൻ ഹൈവേ കയറിയിട്ടുണ്ട്. ഇതിലുള്ള ഈ നൈറ്റ് യാത്ര എന്ത് ഭംഗിയാണെന്നറിയാവോ? ചുറ്റും ലൈറ്റും ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നേരത്തെയൊക്കെ ജിദ്ദയ്ക്ക് പോകുമ്പോൾ തായ്ഫിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉറക്കമായിരുന്നു. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ
അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ണു തുറക്കാറുള്ളൂ. അങ്ങനെ ഇരുന്നിരുന്ന അവസാനം നമ്മൾ എയർപോർട്ടിലെത്താറായി. അവിടെ നിന്ന് ഇവിടം വരെ ഏകദേശം 2.5 മണിക്കൂറാണ് നമ്മൾ എടുത്തത്. നമ്മൾ എയർപോർട്ടിൽ വന്നേക്കണത് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എത്തിയപ്പോഴത്തേനും സായൂട്ടിന് ഉറങ്ങിപ്പോയി. അവിടുന്നേ ഫ്ലൈറ്റ് കാണണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നയാളാണ്. അങ്ങനെ നേരെ നമ്മളിതിൻ്റെ പാർക്കിങ്ങിലോട്ട് പോയി. ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത് ബേസ്മെൻറ്റിലായിട്ടാണ്. ഈ എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്നറിയാവോ? ഈ അക്വേറിയമാണ്. എന്തോരം മീനുകൾ ഇതിനകത്തുനിന്നറിയാവോ? നമ്മൾ വന്നാൽ ഇതിനകത്ത് അങ്ങനെ നോക്കി നിന്ന് പോകും. സായിട്ടിന് എയർപോർട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഫസ്റ്റ് വിളിക്കുമ്പോൾ തന്നെ അവൻ പറയണത് ഫിഷിനെ കാണാൻ പോകാമെന്ന്. അങ്ങനെ വളരെ മനോഹരമായ ഈ ഒരു വീഡിയോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.